ഫൈൻ അടച്ച് റെഗുലറൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അല്ല. കാരണം സെക്കൻഡ് ഹാൻഡ് കാഴ്സ് ഇന്ത്യയിലേക്ക് വരാൻ പ്രൊഹിബിറ്റഡ് ആണ്. പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഒരു വണ്ടി നമുക്കിവിടെ ഫൈൻ അടച്ച് റെഗുലറൈസ് ചെയ്യാൻ പറ്റില്ല. അത് അഡ്ജുഡിക്കേഷനിലേക്ക് തന്നെ പോകണം, കസ്റ്റംസ് അഡ്ജുഡിക്കേഷനിലേക്ക് തന്നെ പോകണം. ഷോ കോസ് കൊടുത്ത് അഡ്ജുഡിക്കേറ്റ് ചെയ്യാൻ തന്നെ വേണം. ഈ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത ഒരു സംഘം കേരളത്തിൽ നിന്നുള്ള അല്ല, കോയമ്പത്തൂർ ബേസ്ഡ് ആണ്. കോയമ്പത്തൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സംഘമാണ്. അവര് പൈസ ഒന്നുകിൽ അയച്ചു കൊടുക്കുകയോ കയ്യിൽ കൊണ്ടുപോവുകയോ ചെയ്ത് ഭൂട്ടാനിൽ പോയി അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെ കൊണ്ടുവരുന്ന പല ആളുകളും കാണുമായിരിക്കാം. അവരങ്ങനെ കൊണ്ടുവരുന്ന സമയത്താണ് ഞാൻ പറഞ്ഞില്ലേ, പല ഏജൻസികളും നമ്മൾ ജൽപായ്ഗോൺ മുതലായ ബോർഡേഴ്സിലൂടെ നമുക്ക് കൊണ്ടുവരുമ്പോൾ പലപ്പോഴും സ്വർണവും മയക്കുമരുന്നും ഒക്കെ അവിടുത്തെ ബോർഡർ ഏജൻസീസ് പിടിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ 150 വണ്ടികളുടെ ഡീറ്റെയിൽസ് ആണ് നമുക്കിപ്പോൾ ഉള്ളത്. ആ ഡീറ്റെയിൽസ് വെച്ച് നമ്മൾ അവരുടെ ഓണേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാനും ഓണേഴ്സിനെ വിളിച്ചു വരുത്തി സ്റ്റേറ്റ്മെന്റ് എടുക്കാനാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നടന്മാരുണ്ടോ എന്നുള്ളത് ഡീറ്റെയിൽസ് എടുത്തതിന് ശേഷം നമുക്ക് പറയാൻ പറ്റും. ഇവരിപ്പോ ഡീലേഴ്സിനെ പറഞ്ഞ് ഒഴിവാക്കണം. അതായത് അമിത് അടക്കമുള്ള ആളുകൾ നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്നത് ഇത് ഡീലേഴ്സ് ആണ്, മുൻപ് മേടിച്ച ആളുകളാണ്, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലെന്ന് പറയുന്നത്. പക്ഷെ ഇവർ കാലങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം കൂടിയാണിത്. അപ്പോൾ സ്വാഭാവികമായി ഇത് പരിശോധിക്കേണ്ടതായിരുന്നില്ല ഇവര്. നമ്മള് ഇൻവെസ്റ്റിഗേഷൻ ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് തുടങ്ങിയല്ലേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായും ഇൻവെസ്റ്റിഗേഷന്റെ നല്ലൊരു ടീമാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ ഈ ടീം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കൃത്യമായിട്ട് അത് അവരുടെ അറിവോടെയാണോ അറിയാതെയാണോ അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കിയതിന് ശേഷം അങ്ങനെ ഒരു പ്ലീ അവർക്കുണ്ടെങ്കിൽ അത് അംഗീകരിക്കുകയോ അംഗീകരിക്കാതിരിക്കുകയോ ചെയ്യാം. നമ്മൾ അത് പഠിക്കുന്നേ ഉള്ളൂ. കാരണം ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നേ ഉള്ളൂ. ബോധ്യപ്പെട്ടുള്ള വണ്ടികളാണ്. എന്തോ ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു സംഘത്തെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പം നോർമലായിട്ടും അവർ ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവന്നതായിരിക്കാം. നമ്മുടെ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസിന്റെ ഡേറ്റ അനുസരിച്ച് അവരുടെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ആ ഡീറ്റെയിൽസിൽ എന്തെങ്കിലും ഇറഗുലാരിറ്റി കാണുമ്പോഴാണ് നമ്മൾ തീർച്ചയായിട്ടും ഇത് ഇല്ലീഗൽ ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്ത് ഇത് സീസ് ചെയ്യുന്നതും. പ്രഥമ ദൃഷ്ട്യാ തീർച്ചയായും അങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് ഈ വണ്ടികളെല്ലാം പിടിച്ചെടുത്തിരിക്കുന്നത്. ഭൂട്ടാനിൽ വില കുറവാണെന്നുള്ളതല്ല, ഭൂട്ടാനിൽ നിന്ന് ഇങ്ങോട്ട് നമ്മുടെ ഒരു ഫോറസ്റ്റ് ബോർഡറാണ്, ഭൂട്ടാനിലേക്കുള്ള ഒരു ഫോറസ്റ്റ് ബോർഡറാണ്. നമുക്ക് അവിടുന്ന് വണ്ടികൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് കുറച്ചുകൂടി എളുപ്പത്തിൽ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കണം. മാത്രമല്ല ഭൂട്ടാനിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന വണ്ടികൾക്ക് വളരെ റേറ്റ് കുറവാണ്. അവിടെ അവരുടെ ഡ്യൂട്ടി സ്ട്രക്ചർ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇമ്പോർട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാനായിട്ട് വളരെ കുറച്ചുകൂടി സൗകര്യമാണെന്നുള്ളത്. അത് ഭൂട്ടാൻ ഗവൺമെന്റ് ഇന്ത്യയിലേക്ക് ഒരു വണ്ടി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവരൊരു പെർമിറ്റ് കൊടുക്കും. ആ പെർമിറ്റിന്റെ ബേസിലാണ് അവർ കൊണ്ടുവരുന്നത്. അത് ഭൂട്ടാൻ നമ്പർ പ്ലേറ്റ് തന്നെ വേണമെങ്കിലും കൊണ്ടുവരാം. അല്ല ഇവിടെ ഭൂട്ടാൻ നമ്പർ പ്ലേറ്റിലേ ഇവിടെ വരാൻ പറ്റുള്ളൂ. ഇവിടെ വന്നിട്ട് നമ്പർ പ്ലേറ്റ് രജിസ്റ്റർ ചെയ്ത് മാറ്റുകയും ചെയ്യാം. ഭൂട്ടാൻ ആർമിയുടെ വാഹനങ്ങളാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. കാരണം അതിന് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നതേ ഉള്ളൂ. കാരണം ഭൂട്ടാൻ ഗവൺമെന്റുമായിട്ട് നമുക്ക് സംസാരിച്ച് അവരുടെ വണ്ടികളാണോ കൊണ്ടുവന്നിട്ടുള്ളതിനെ കുറിച്ച് ചോദിക്കേണ്ടി വരും. എന്നാൽ മാത്രമേ അത് ഭൂട്ടാൻ ആർമിയുടെ വണ്ടികളായിരുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ പ്രഥമ ദൃഷ്ട്യാ അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ സംശയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ വണ്ടികളെല്ലാം നമ്മൾ മോർത്തിന്റെ അതായത് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസിന്റെ ഡേറ്റാബേസ് എടുത്ത് നോക്കുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞ വണ്ടികളെല്ലാം നമ്മൾ ഇന്ന് സീസ് ചെയ്തിട്ടുള്ളത്. അത് ദാറ്റ് ഡിപ്പെൻഡ്സ്. ഞാൻ പറഞ്ഞില്ലേ, കസ്റ്റംസ് ആക്ട് അനുസരിച്ച് ഉള്ള എല്ലാവിധ കാര്യങ്ങളിലേക്കും നമുക്ക് പോകേണ്ടി വരും. അത് ഞാൻ പറഞ്ഞില്ലേ, വളരെ വലിയ കുറ്റമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ അറസ്റ്റിലേക്ക് പോകേണ്ടി വരാം. ഇല്ല, ചെറിയ കുറ്റമാണെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് ഷോ കോസ് നോട്ടീസും അഡ്ജുഡിക്കേഷനും കോൺഫിസ്കേഷനും എല്ലാം അതിന്റെ ഭാഗമായിട്ട് വന്നിരിക്കാം.
തൽക്കാലം നമുക്ക് ഒരു NGO ഇതിന്റെ ഇൻവോൾവ്മെന്റിനെ കുറിച്ച് നമുക്ക് ഇൻഫർമേഷൻ ഒന്നുമില്ല. പക്ഷേ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിനൊരു ആക്ഷൻ എടുക്കും. ഇപ്പൊ മമ്മൂട്ടി അതിനകത്താണോ യാത്ര ചെയ്യുന്നത് എനിക്കറിയില്ല. ഇപ്പോൾ നമുക്കിപ്പം ആരുടെ പേരിലാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അവരുടെ കാര്യം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്നു ദുൽഖറിന്റെ വണ്ടി അവിടെ കിടപ്പുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷന്റെ പുറത്തായിരുന്നിരിക്കണം. ദുൽഖറിന്റെ ഇന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത 2 വണ്ടികളാണ്. മറ്റു വണ്ടികൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല. മറ്റേ വണ്ടിക്ക് റോഡ് ഫിറ്റ്നസ് ഇല്ല എന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്, അത് നമ്മൾ സൂപ്രനാമയിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ പറയുന്ന വണ്ടികളിൽ പലതും ഇൻഷുറൻസ് ഇല്ലാത്തതും റോഡ് ഫിറ്റ്നസ് ഇല്ലാത്തതും, പക്ഷേ വണ്ടികളെല്ലാം വെളിയിറങ്ങുന്നുണ്ട്. പല വണ്ടികളും പിടിച്ചെടുത്തു എന്ന് പറയാം. കാരണം പിടിച്ചെടുത്തു എന്ന് പറയുന്നത് സീഷറാണ്. പിടിച്ചെടുത്തു എന്ന് നമ്മൾ പറയുന്നത്. തീർച്ചയായിട്ടും അത് പിടിച്ചെടുത്തു എന്ന് തന്നെയാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മുടെ കസ്റ്റംസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ മാത്രമല്ല, വളരെ വിപുലമായ ഒരു ഇഷ്യൂ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ ഇഷ്യൂസ് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആണോ ഹാൻഡിൽ ചെയ്യുന്നത് അവർക്കെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.